നമസ്കാരം, ചാനൽ 91 ന്യൂസിലേക്ക് സ്വാഗതം. കുവൈറ്റിലെ ലേബർ ക്യാമ്പിലുണ്ടായ തീപിടുത്തത്തിൽ 24 മലയാളികൾ വെന്തുമരിച്ച ദുഃഖത്തിൽ കേരളം കണ്ണീർ കടലിലായപ്പോൾ ആഘോഷത്തിനും ധൂർത്തിനും ഒരു കുറവുമില്ലാതെ ലോക കേരള സഭ. ഉദ്ഘാടനവും വൈദ്യുതി ദീപാലങ്കാരവും ഒഴിവാക്കി എന്നതൊഴിച്ചാൽ ബാക്കിയെല്ലാം പതിവ് പോലെ തന്നെ നിലനിർത്തി ലോക കേരള സഭ നടത്താൻ തന്നെ സർക്കാർ തീരുമാനിച്ചു. മരിച്ചവരുടെ വീടുകളിൽ പോയി ആശ്വാസ വാക്കുകൾ പറയാതെ പ്രതിനിധികൾക്ക് എല്ലാ സൗകര്യങ്ങളും വിളമ്പുന്ന തിരക്കിലാണ് ഇപ്പോൾ മന്ത്രിമാരും ജനപ്രതിനിധികളും. 3 കോടി രൂപ ചെലവിലാണ് ലോക കേരള സഭ നടത്തുന്നത് എന്നോർക്കണം. ഈ തുക ദുരന്തത്തിൽപ്പെട്ടവർക്ക് നൽകണമെന്നും ലോക കേരള സഭ നിർത്തിവെക്കണമെന്നും ആവശ്യം ഉയർന്നിട്ടും പിന്മാറാൻ സർക്കാർ തയ്യാറായില്ല. അനുവദിച്ച 3 കോടിയിൽ അംഗങ്ങളുടെ യാത്രയ്ക്കും ഭക്ഷണത്തിനും താമസത്തിനും മാത്രം 40 ലക്ഷമാണ് ചിലവഴിക്കുന്നത്. പ്രചാരണത്തിനും പന്തൽ നിർമ്മാണത്തിനും 15 ലക്ഷവും ഇരിപ്പിടമൊരുക്കാൻ 35 ലക്ഷവുമായി. സഭയിൽ ഉയരുന്ന നിർദ്ദേശങ്ങൾ നടപ്പിലാക്കാൻ 50 ലക്ഷവും. വെബ്സൈറ്റ് നവീകരണത്തിനും വിവരസാങ്കേതിക സൗകര്യങ്ങൾക്കുമായി 8 ലക്ഷം എന്നിങ്ങനെയാണ് ചിലവുകൾ വരുന്നത്. ഈ കഴിഞ്ഞ 3 ലോക കേരള സഭകൾക്കായി സംസ്ഥാന സർക്കാർ മുടക്കിയത് 4.25 കോടി രൂപയാണ്. ഇത്രയും മുടക്കിയിട്ടും ലോക കേരള സഭയുടെ അടിസ്ഥാനത്തിൽ തുടങ്ങിയത് ഒരു സർക്കാർ കമ്പനിയും ക്ഷേമ പദ്ധതികളും മാത്രമാണ് എന്നതോർക്കണം. വിദേശ രാജ്യങ്ങളിൽ ഇടയ്ക്കിടെ സന്ദർശനം നടത്തുന്ന മുഖ്യമന്ത്രി ലേബർ ക്യാമ്പുകളിൽ ഇതുവരെയും ഒരു സന്ദർശനം പോലും നടത്തിയിട്ടില്ല എന്നത് എടുത്തു പറയുക തന്നെ ചെയ്യണം. പ്രവാസികളുടെ ഒരു പ്രശ്നങ്ങൾക്കുമായി മുഖ്യമന്ത്രി സംസാരിക്കുന്നത് നമ്മൾ കേട്ടിട്ട് പോലുമില്ല. പ്രത്യേകിച്ച് ഇപ്പോൾ കുവൈറ്റിൽ ഇത്രയും അതിദാരുണമായ ഒരു സംഭവം നടന്ന പശ്ചാത്തലത്തിൽ എന്തിനാണ് ലോക കേരള സഭ എന്ന് മനസ്സിലാകുന്നില്ല. ഇതുവരെയുള്ള സഭകൾ കൊണ്ട് എന്ത് പ്രയോജനമാണ് ഉണ്ടായത്? മരിച്ചവരുടെ കുടുംബത്തിന് 5 ലക്ഷവും പരിക്കേറ്റവർക്ക് 1 ലക്ഷവും സർക്കാർ ധനസഹായം പ്രഖ്യാപിച്ചിട്ടുണ്ട്. എന്നിരുന്നാലും ഇത്രയും അതിദാരുണമായ ഒരു സംഭവം കുവൈറ്റിൽ നടന്നപ്പോൾ ഇങ്ങനെയൊരു ലോക കേരള സഭ ഇപ്പോൾ വേണ്ടായിരുന്നു എന്നത് എന്നാണ് ഇവർക്ക് മനസ്സിലാകുക? എന്നു മാറും സർക്കാരിൻ്റെ ഈ ധാർഷ്ട്യം? എന്നു മാറും ഈ ഭരണം? നമുക്ക് അത് കാത്തിരുന്നു തന്നെ കാണാം.